സാർ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാദേശിക കമ്മിറ്റികളുണ്ട്. ഇപ്പം നാട്ടിലൊരിടത്ത് മണ്ണ് നികത്താൻ പോവുക അല്ലെങ്കിൽ പാടം നികത്താൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പ്രാദേശിക ബ്രാഞ്ച് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ അംഗീകാരം വേണമെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ അംഗീകാരം വേണമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അവർക്ക് പണം സമ്പാദനത്തിലുള്ളൊരു മാർഗ്ഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പദവിയും, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവിയും ഇല്ലെങ്കിലും പണം സമ്പാദിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് മാറുന്നു. ഇതാണ് പൊതുജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അവരുടെ മുമ്പിലാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെ പെട്ടെന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ആളുകൾ സമ്പന്നരാകുന്നത് കാണുന്നത്. ശരിയാണോ അത്? അല്ല, അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ അതൊരു കീഴ്വഴക്കമായി മാറി എന്ന് അംഗീകരിക്കാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ പൊതുവേ രാഷ്ട്രീയ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ വരികയും മന്ത്രിമാരായി മാറുകയും അങ്ങനെ മന്ത്രിമാരോ എം എൽ എമാരോ എം പിമാരോ ആയി തീർന്നതിന് ശേഷം ആ പദവി ദുരുപയോഗം ചെയ്തതിന് ശേഷം കാശുണ്ടാക്കുന്നു എന്നുള്ളവരെയാണ് നമ്മൾ രാഷ്ട്രീയ അഴിമതിയായിട്ട് ചിത്രീകരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി വിശാലമായൊരു രീതിയിൽ അതിനെ കാണേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ജനാധിപത്യ സംവിധാനത്തിൽ അധികാര കേന്ദ്രങ്ങളാണ്. അവർക്ക് അധികാരമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെ കാര്യത്തെക്കുറിച്ച് സിനുജി പറഞ്ഞു. കാരണം ഒരു സ്ഥലത്ത് പാടം നികത്തണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ സമ്മതം വേണം. പ്രാദേശിക നേതാക്കളുടെ സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കുന്നു, സമ്മതം വാങ്ങുന്നു എന്നല്ലാതെ വേറെ അതിനകത്ത് ആശയപരമായിട്ട് യാതൊരു തർക്കവും ആർക്കും തമ്മിലില്ല. അതെ, എത്ര രൂപ വരണം എന്നുള്ളൊരു ബാർഗെയിൻ, ആ ഒരു ബാർഗെയിനിങ് ആണ്, അതിൻ്റെ സംഗതികളാണ്. അത് പ്രമുഖമായ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ അല്ലെങ്കിൽ ചെറുകിടയിലുള്ള നേതാക്കളെല്ലാവരും ആ കാര്യത്തിൽ ഒരു ധാരണയിൽ തന്നെ പോകുന്നു എന്നാണ് ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത്. അതിൻ്റെ വസ്തുതകൾ എത്രയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ലോറി മണൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാവൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവിടെ കൊടികൾ വരികയും ആ കൊടികൾ ഒരാഴ്ച അവിടെ നിൽക്കുകയും ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ കൊടികളെല്ലാം അപ്രത്യക്ഷമാകുകയും സമൃദ്ധമായിട്ട് ലോറികൾ വന്ന് ഗ്രാവലും അടിച്ചുകൊണ്ട് ഇത് നികത്ത് എന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ആദ്യം കൊടി വെച്ചത് എന്തിന് എന്നും പിന്നെ ആ കൊടി എങ്ങോട്ട് പോയി എന്നും ഒരാൾക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കാണിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ അങ്ങേ താഴെ തട്ടിലുള്ളവർ വരെ രാഷ്ട്രീയം കൊണ്ട്, രാഷ്ട്രീയ നേതൃ പദവി കൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ എത്തുന്നു എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കും. ഇപ്പോൾ നേപ്പാളിൽ ആ കലാപം നടന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യം, അവിടുത്തെ നേപ്പാൾ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ ജനങ്ങൾ കയറി തീയിടുകയാണ്. ആ തീയിട്ട രീതിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ വരുമ്പോൾ ആ പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്ന് മനസ്സിലാക്കണം. മുൻപ് അങ്ങനെയല്ല. ഒരു പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ട് ഈ പാർട്ടി ഓഫീസ് സംരക്ഷിക്കും എന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങോട്ട് മാറിപ്പോയി. അത് മാറിപ്പോയത് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെയും ഇപ്പോൾ ഒരു തുണ്ട് വന്നില്ല, ഒരു സംഭാഷണത്തുണ്ട്. അതെ, ആ സംഭാഷണത്തുണ്ടിലും പറയണം അവരൊക്കെ കോടികളായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എങ്ങനെ ഇവർ ഈ കാശുണ്ടാക്കുന്നു? കപ്പലിൻ്റെ വിറ്റുകൊണ്ട് നടന്നവർ ഇപ്പോൾ കോടികളുടെ ആസ്തിയുള്ളവരാണെന്നാണ് ആ സംഭാഷണങ്ങൾ. കപ്പലിൻ്റെ വിറ്റ് നടക്കുന്നവൻ വരെ ഇന്ന് കോടികളുടെ ആസ്തിയിലേക്ക് എത്തുന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഇവരുടെ ജീവിത രീതി ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ആ ജീവിത രീതി തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഒരുമാതിരപ്പെട്ട നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ക്രിസ്റ്റോ അല്ല, ഇപ്പോഴത്തെ പുതിയ കാറുണ്ട്, എന്താണ്, ഹൈബ്രിഡ്. ഹൈബ്രിഡ് പോലത്തെ കാറുകൾ. ആ കാറുകളിൽ 2 ഡ്രൈവർമാർ, അതിൽ സഞ്ചരിക്കാൻ 3-4 പേര്. ഇതിങ്ങനെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ഈ ഇത്രയും ഡ്രൈവർമാരെയും ഇവരെല്ലാം വെച്ച് ഈ സംഗതികൾ ഓടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മിനിമം 10,000 രൂപയുടെ ചിലവ് വരും. അപ്പോൾ ഈ ഒരു ദിവസം 10,000 രൂപ വെച്ച് ചിലവഴിക്കാനും ഈ 38 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിക്കാനും ഒക്കെ ഉള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള ധനസ്രോതസ് എന്താണെന്നൊരു ചോദ്യം വരില്ലേ? അതെ. ഇവരുടെ വീട്ടിൽ കാശില്ലാത്തവരാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാമല്ലോ. അരപ്പട്ടിണിയായി കഴിഞ്ഞവരാണ് ഇതിനകത്ത് വന്നിട്ടുള്ളവർ.
അതിനുശേഷം അവരാരും കാര്യമായ തൊഴിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ എന്താണ് നമ്മുടെ ഇത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവിയിലും എത്താത്ത ആളാണ് മുസ്ലിം ലീഗിൻ്റെ PK ഫിറോസ്. ആ PK ഫിറോസിന് ഈ കേരളത്തിൽ നിന്ന് എങ്ങും പോകാതെ ഇരിക്കുന്ന PK ഫിറോസിന് 5.25 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഗൾഫിലൊരു കമ്പനി. അവിടുത്തെ സെയിൽസ് മാനേജറാണെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. പുള്ളി ഇവിടെ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാണ്. അതെ, പുള്ളി രാവിലെയും വൈകിട്ടും പത്രസമ്മേളനം നടത്തുന്ന ആളാണ്. രാവിലെയും വൈകിട്ടും പത്രസമ്മേളനം നടത്തി ഇവിടെ ഓടി നടക്കുന്ന ഒരു നേതാവ് ഗൾഫിലെ ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജർ, അതും വേറെ ആരുമല്ല, സെയിൽസ് മാനേജർ. ആ സെയിൽസ് മാനേജറായി പണിയെടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഞാൻ പാർട്ട് ടൈം ജോബാണെന്ന് പറഞ്ഞു. ഒക്കെ കളവാണ് പറയുന്നത്. ഈ 5.25 ലക്ഷം രൂപ ഒരു മാസം ആ കമ്പനി കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 ചാൻസാണ് ഉള്ളത്. ഒന്നുകിൽ ആ കമ്പനിയുടെ ഇൻവെസ്റ്റർ ഇയാളായിരിക്കണം, പണം മുടക്കിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആ കമ്പനിക്ക് അനധികൃതമായി പണം കിട്ടുന്ന സ്രോതസ് ഉണ്ടാക്കണം. ആ സ്രോതസ്സിന് ഇയാൾ സഹായിയായിരിക്കണം. അല്ലാതെ ഒരാളും വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് 5.25 ലക്ഷം രൂപ കൊടുക്കാമെന്ന് തീരുമാനിക്കുക ഒരിക്കലുമില്ല. അത് 5.25 ലക്ഷം രൂപ ഇവിടെ നിന്നല്ല, ഗൾഫിൽ പോലും വലിയ തുകയാണ്. ഗൾഫിൽ പോലും പ്രതിമാസം 5.25 ലക്ഷം രൂപ ശമ്പളം എന്ന് പറയുന്നത് വലിയ തുകയാണ്. അങ്ങനെ അവിടെ പോകുന്ന എല്ലാവർക്കും ഈ 5.25 ലക്ഷം രൂപ വീതം ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ മാന്യനെ യൂറോപ്പിലും ബാക്കി സ്ഥലത്തും എന്താണ് വർക്ക് വിസ, പണിയെടുക്കാനുള്ള ജോലി ചെയ്യാനുള്ള വിസയും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ രാഷ്ട്രീയ കക്ഷിയുടെ അധികാരം ഉപയോഗിച്ചിട്ട്, ആ പദവി ഉപയോഗിച്ചിട്ട് ഇയാൾ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഇദ്ദേഹം PK ഫിറോസ് 13 സെൻറ്റ് ഭൂമി വാങ്ങിക്കുകയും അവിടെ 5 ലക്ഷം രൂപ മിനിമം കൊടുക്കേണ്ടി വരും. പക്ഷേ പിന്നെ അതിനകത്തൊരു സൗഭാഗ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന ഒരു വക്കീലുണ്ടല്ലോ, പ്രകൃതി സ്നേഹി, ആ പ്രകൃതി സ്നേഹിയുടെ അച്ഛൻ അയാൾക്ക് പണം കടം കൊടുത്തു എന്നാണ് പ്രകൃതി സ്നേഹിയുടെ വാദം. ഹരീഷ് വാസുദേവൻ ഇന്ത്യ വിരുദ്ധമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന NGOയുടെ കക്ഷിയാണ്. അദ്ദേഹമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അയാൾക്ക് ആ കാശ്, എൻ്റെ അച്ഛൻ അയാൾക്ക് കാശ് കടം കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു 65 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടാകണം. 13.5 അതെ. അപ്പോൾ ഈ 65 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 65 ലക്ഷം രൂപയുടെ വരുമാന സ്രോതസ് ആർക്ക് വേണം? ഹരീഷ് വാസുദേവൻ്റെ അപ്പന് വേണമല്ലോ, അച്ഛന് വേണമല്ലോ. അത് വേണം. ആ പ്രസ്തുത കാലഘട്ടത്തിൽ ഈ 65 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യവും കൂടിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അങ്ങ് പറയാണ്, അയാൾക്ക് കാശില്ലാത്ത ഒരാൾ, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറുടെ മകനാണ്, വീട്ടിൽ കാശില്ലാത്ത ഒരാളാണ് അയാൾ, അതിൽ നിന്ന് വന്ന ഒരാളാണ് രാഷ്ട്രീയത്തിന്, അയാൾ ഇങ്ങനെ കാശുണ്ടാക്കിയാണ്. ഇത് മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇത്തരക്കാരുടെ എണ്ണം കൂടി വരെയാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അരപ്പട്ടിണിക്കാരായി രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവികളിലും എത്താതെ തന്നെ കോടികൾ സമ്പാദിക്കുകയും ഒരു ദിവസം ശരാശരി 10,000 രൂപ ചെലവഴിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വം വളർന്നു വന്നാൽ ജനാധിപത്യം തകരും. ആര് എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരിയാണ്, അത്തരത്തിൽ വരുന്ന നേതാക്കളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകില്ല എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, അത്തരത്തിലുള്ളൊരു നേതാവിനെ എങ്ങനെയാണ് ഇവർ ഈ 10,000 രൂപ ഒരു ദിവസം ചെലവഴിച്ച് ജീവിക്കുന്നത്? ഒരാൾ പറഞ്ഞത്, ഇയാൾ തന്നെ പറഞ്ഞ എനിക്ക് 2,000 രൂപ ഡീസൽ അടിക്കണം എന്നാണ് പറഞ്ഞ വണ്ടിയിൽ. ഈ 2,000 രൂപ ഡീസൽ അടിച്ച് വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ പറ്റില്ല, 2 ഡ്രൈവർ വേണം. ഡ്രൈവർ ഒന്നിന് ശരാശരി നമ്മളൊരു 1,000 രൂപ വെച്ച് ദിവസം കൊടുക്കേണ്ടി വരും. അപ്പോൾ 2,000 രൂപ ഡ്രൈവർക്ക് കൊടുക്കേണ്ടി വരും. 2,000 രൂപയുടെ ഡീസൽ അടിച്ചു, 2 4,000 രൂപ.
പിന്നെ ഈ കൂടെ ഉള്ളവരുണ്ട്, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കണം. 4-5 പേര് എപ്പോഴും കൂടെ ഉണ്ടാകും. അവർക്ക് 3 നേരം ഭക്ഷണം മേടിച്ചു കൊടുക്കണം. എത്ര രൂപ വരും? 10,000 രൂപ. പിന്നെ വേറൊരു മാസത്തിൽ ഒരു ദിവസം 3 നേരമെങ്കിലും ഡ്രസ്സ് മാറണം. ആ ഡ്രസ്സിൻ്റെ അലക്കുകൂലി എന്ന് പറഞ്ഞാൽ മുണ്ടും ഷർട്ടും അലക്കി കിട്ടുമ്പോഴേക്കും 120 രൂപ വരും. അങ്ങനെ 3 എണ്ണം വരുന്ന സമയത്ത് എത്രയായി? 360 രൂപയായി. 360 രൂപയുടെ ഡ്രസ്സിന് അലക്കുകൂലി മാത്രം വരുന്നു. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇവരെടുക്കുന്നു. സിനിമാ താരങ്ങളോടാണ് ഇവർ വസ്ത്രത്തിൻ്റെ അണിയുന്ന രീതിയിലുമൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാർ വന്നിട്ട് ഇവരിങ്ങനെ വരുന്നു, ഇവർ പണത്തിൻ്റെ വലിയ രീതിയിലുള്ള പണം ചെലവഴിക്കുന്നു. ഇത് ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം മറന്നുപോയിട്ട് എന്താ കാര്യം? അതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ അഴിമതിയുടെ നിർവചനം ഉണ്ടല്ലോ, ആ അഴിമതിയുടെ നിർവചനത്തിൽ രാഷ്ട്രീയ പാർട്ടികളിലെ പദവികൾ കൂടി ഉൾപ്പെടുത്തുകയും അത്തരം രാഷ്ട്രീയ പാർട്ടികളിലെ പദവികളിൽ അവർ വരുമ്പോഴുള്ള അവരുടെ അസറ്റ് അവർ ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞ് പോകുമ്പോൾ എത്രയാണ് അസറ്റ് എന്നുള്ള കാര്യം അറിയാനും കഴിയണം. ഇപ്പോൾ ഹവാല മാത്രമല്ല, റിവേഴ്സ് ഹവാലയും കൂടിയുണ്ട്. അങ്ങനെ ഈ ഹവാലയും റിവേഴ്സ് ഹവാലയും ഒക്കെ ആയിട്ട് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട കക്ഷി നേതാക്കൾക്കും ഇവരെല്ലാവരും ആഴ്ചയിൽ 2 വട്ടം വെച്ച് ഗൾഫിൽ പോകുന്നുണ്ട്. എന്താ ഇവർ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. നക്സലൈറ്റുകൾ കാട്ടിൽ പോകുന്ന രീതിയിലാണ് മറ്റൊരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഗൾഫിൽ പോകുന്നത്. എന്തിനു പോയി എന്ന് ചോദിച്ചാൽ അവിടെ പ്രസംഗിക്കാൻ പോയി എന്നാണ് പറയുന്നത്. ഗൾഫിൽ ആരാ പ്രസംഗം കേൾക്കാതിരിക്കുന്നത്? ഒന്ന് രാവിലെ ഒന്നും ആൾക്കും സമയം കിട്ടുന്നില്ല. 12 മണിക്കൂറൊക്കെ അവിടെ ജോലി ചെയ്യണം. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും മനുഷ്യർ വിശ്രമിക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ ഇവർ പറയുന്ന ഗീർവാണങ്ങളൊന്നും കേൾക്കാൻ പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച കുടുംബസമേതം വന്നിരുന്ന് അവിടെ പ്രസംഗിക്കാവുന്നതിനൊക്കെ ലിമിറ്റില്ലേ? അതെ. അവിടെ പോയിട്ട് എന്താണ് ഗീർവാണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം താത്വിക വിശകലനമൊക്കെ നടത്താൻ ആർക്കാ നേരമുള്ളത്? ഒരാൾക്കുമില്ല. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ദുരൂഹമായ ജീവിത രീതികൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കൾ ചെറുതും വലുതുമായിട്ടുള്ളവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അഴിമതി എന്ന നിർവചനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തുകയും കാരണം എന്ന് വെച്ചാൽ ഇതൊരു നിയമം മൂലം വന്നേക്കളാണ്. പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ ആക്ട് അനുസരിച്ചിട്ടുമാണ് രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്നവരുടെ ആ നിർവചനത്തിൽ സർക്കാർ ജീവനക്കാരും സർക്കാരിൻ്റെ ഭാഗമായിട്ട് വരുന്നവരും തിരഞ്ഞെടുക്കപ്പെട്ട MP-യും MLA-യും പഞ്ചായത്ത് മെമ്പറും മാത്രമല്ല, ഇവർ കൂടി വരണം എന്നൊരു നിയമം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരം തന്നെ ഇല്ലാതെയായി പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.